നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇയ്യാകും വൽ ജുലൂസ അല തുറഖാത്ത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, സൂക്ഷിക്കുക ഇരിക്കുന്നതിനെ സൂക്ഷിക്കണേ എന്ന് നബിയനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പ്രവാചകന്റെ അധ്യാപനമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ചടയമംഗലത്തുള്ളതാകുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട അധ്യാപനമാണ്. ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, ഇയ്യാകും വൽ ജുലൂസ അല തുറഖാത്ത്. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, വഴിയരികൾ ഇരിക്കുന്നതിനെ സൂക്ഷിക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഉടനെ സഹാബത്തിൽ ചിലർ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് നിർബന്ധമായും ഇവിടെ ഇരുന്നേ പറ്റുകയുള്ളൂ. കാരണം ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയാണ്. വഴിയരിരുന്നു കൊണ്ട് കച്ചവടം ചെയ്യുന്നവന് വീട്ടിൽ പോയിരുന്നാൽ കാര്യം നടക്കില്ലല്ലോ. ഞങ്ങൾ ഈ റോഡിൽ തന്നെയാണ്, മാർക്കറ്റിൽ തന്നെയാണ് നിലകൊള്ളേണ്ടത്. ഞങ്ങളുടെ ജീവിത കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞങ്ങൾ ഈ വഴിയിൽ തന്നെ നിലകൊള്ളണം റസൂലേ. ഞങ്ങളുടെ പണി ഇതാണ്, ഞങ്ങൾ റോഡിലാണ് കച്ചവടം, ബിസിനസ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് റോഡിൽ ആവശ്യമില്ലാതെ ഇവിടെ ഇരിക്കാതിരിക്കാൻ പറ്റൂല, ഇവിടെ തന്നെ ഇരുന്നേ കാര്യങ്ങൾ നടക്കൂല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റോഡിലിറങ്ങുന്നതായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. മോശപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനും വർഗീയമാകുന്ന പരാമർശങ്ങൾ നടത്തുന്നതാകുന്ന തരത്തിലേക്ക് സമൂഹത്തെ എത്തിക്കാനും ചെയ്യുന്ന യൂട്യൂബർമാരുള്ള കാലഘട്ടമാണ്. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അനാവശ്യമാകുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. നമുക്ക് മാതൃക പരിശുദ്ധമായ പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ സർവ്വതും നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ റോഡിൽ തന്നെ ഇരിക്കൽ നിർബന്ധമാണ് എങ്കിൽ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റമദാൻ വരും. അപ്പൊ ഉണ്ട് ചില ആളുകൾ, മക്കളൊക്കെ റോഡിൽ ഒരു പോസ്റ്റ് മറിച്ചിട്ട് അതിന് 4 കാലും കൊടുത്തിട്ട് അവിടെ കുത്തിയിരിക്കുക. ഇശായിക്കും ഇല്ല, തറാവീനും ഇല്ല, ഒന്നുമില്ല. വീട്ടിൽ നിന്ന് തറാവി ഇരിക്കാനാന്നും പറഞ്ഞാണ് ഇവൻ ഇറങ്ങിയത്. പള്ളിയിൽ നിന്ന് തറാവി കഴിഞ്ഞ് വാപ്പായും ആങ്ങളമാരും ഒക്കെ പോകുമ്പോൾ അതിന് തൊട്ട് പുറകെ പതുക്കെ പോവാൻ. ഇല്ലെങ്കിൽ വിത്തർ കഴിയുമ്പോൾ പള്ളിയിലേക്ക് ചെല്ലും. എന്തെങ്കിലും പൊതി ഉണ്ടെങ്കിൽ ആ പൊതി 27 പൊതിഞ്ഞ് പോക്കറ്റ് വെച്ചോണ്ട് വാഹത്തായിട്ട് തിരിച്ചു വരും. അതിനൊക്കെ മുമ്പന്തിയിലുണ്ട്. ബാക്കിയൊക്കെ ഇവനെവിടെയാ റോഡിൽ എവിടെയെങ്കിലും പോയിരിക്കാൻ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം ചെറുപ്പക്കാരായ ആളുകൾ കാത് കൊടുത്തുകൊണ്ട് കേൾക്കേണ്ട വാക്കാണ്. ഇയ്യാകും വൽ ജുലൂസ അല തുറഖാത്ത്. വഴിയരികൾ ആവശ്യമില്ലാത്ത ഇരുത്തം പാടില്ല, പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ദേഷ്യമുള്ളതായ സ്ഥലമാണ് അനാവശ്യമായ ചന്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നബിയനാ റസൂലുള്ളാഹി ഒരു കാര്യവുമില്ലാതെ ചന്തയിൽ കറങ്ങി നടക്കൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് പള്ളിയുടെ അകത്തളമാണെന്ന് ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. ഞങ്ങൾക്ക് റോഡിൽ ഇരുന്നെങ്കിലേ കാര്യം നടക്കുന്നു എന്ന് പറയുന്ന കച്ചവടക്കാരെ, അവരോട് പോലും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സ്വഹാബ, 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലുൽ ബസരി വകഫുൽ ലദാ വറദ്ദു സലാം വൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. 5 കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ ഈ സമൂഹത്തെ ഉത്ബോധനം നടത്തുകയാണ്. 1400 വർഷം മുമ്പ് പ്രവാചകൻ പറഞ്ഞത് ഇന്ന് ഈ സമൂഹത്തിലേക്ക് നേർക്ക് നേരെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്നാമതായി ചെറുപ്പക്കാരാ, സഹോദര, നിന്റെ കണ്ണ് നീ അടയ്ക്കണേ. ഹറാമ് കാണുമ്പോൾ കണ്ണ് അടയ്ക്കണേ.
റോഡിൽ നീ ഇരിക്കുന്നത് അന്യമാകുന്ന പെണ്ണ് റോഡിലൂടെ നടന്നു പോകുമ്പോ അവളെ ശൂലമടിക്കാനും ഫിസലടിക്കാനും അവരുടെ പിറകെ 350 ബുള്ളറ്റിന്റെ ബൈക്ക് എടുത്തുകൊണ്ട് കറങ്ങാനുമാണെങ്കിൽ നീ അവിടെ ഇരിക്കാൻ പാടില്ല. അന്യ പെണ്ണിന്റെ ആകാര സൗഷ്ഠവത്തിലേക്ക് അംഗലാവണ്യത്തിലേക്ക് നിന്റെ കണ്ണ് കൊണ്ടുപോകാൻ പാടില്ല. ഒരിക്കലും നീ ഹറാമായ നോട്ടമരുതേ. ഹറാമ കാണുന്നതിനെ തൊട്ട് കണ്ണ് അടച്ചു പിടിക്കണേ. രണ്ടാമതായി പ്രവാചകന് പറയുകയാണ്, എല്ലാ മ്ലേച്ഛതകളും നീക്കണേ. റോഡിലുള്ള മാലിന്യങ്ങൾ കണ്ടാൽ നീ അതിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഒരു നായ ചത്ത് കിടക്കുന്നത് കണ്ടാൽ അതിനെ കുഴിച്ചിടൽ മുസ്ലിമേ നിനക്ക് നിർബന്ധമാണ്. റോഡിലൂടെ നീ വാഹനം ഓടിച്ചു പോകുമ്പോ ഒരു ഓല വീണ് കിടക്കുന്നത് കണ്ടാൽ പോലും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും, റോഡിന് തടസ്സമാണെന്ന് മനസ്സിലാക്കി വാഹനം സൈഡ് ചെയ്ത് ഒതുക്കി അത് എടുത്ത് മാറ്റിയിടൽ നിനക്ക് നിർബന്ധമാണ്. റോഡിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കൽ അത് വിശ്വാസത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. റോഡിൽ ഒരു നായ ചത്ത് കിടക്കുന്നത് കാണുമ്പോൾ അതിന്റെ മുകളിലൂടെ ടയർ കയറ്റിക്കൊണ്ട് അതിനെ ചതച്ചരച്ച് അതിനെ മലീമസപ്പെടുത്തി റോഡിലേക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തലത്തിലേക്കുള്ള കൗതുകമരമാകുന്ന പ്രവർത്തനങ്ങൾ മുസ്ലിമത്തെ നിന്നിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് അതിനെ കുഴിച്ചിടൽ നിർബന്ധമാണ്. നീ അതിന് സമയം കണ്ടെത്തിയാൽ പുണ്യമാണ്. കുഷ്ഠരോഗം ബാധിച്ചതാകുന്ന ഒരു നായയെ 40 ദിവസം ഒരു തെണ്ടുണ്ടാക്കി അതിനെ ശുശ്രൂഷിച്ച് അതിന് പരിപൂർണമായി രോഗശമനം വരുത്തി അതിനെ പറഞ്ഞു വിട്ടതാകുന്ന ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ സൂഫിസത്തിന്റെ ലോകം കണ്ട ഏറ്റവും വലിയ മാതൃകയായി പരിശുദ്ധരാകുന്ന മഹത്തുക്കൾ അയിമ്മത്തുകൾ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അവരാണ് നമ്മുടെ മാതൃക. പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായി പറയുകയാണ്, നീ റോഡരികിലിരിക്കുമ്പോ ആളുകൾ നിന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോ നടക്കുന്നവൻ ഇരിക്കുന്നവനോടല്ലേ സലാം പറയേണ്ടത്? ആ നടക്കുന്ന വ്യക്തി നിന്നോട് സലാം പറയുകയാണ്. വാഹനത്തിൽ പോകുന്നവൻ നിന്നോട് സലാം പറയുകയാണ്. അവന്റെ സലാം കേട്ടിട്ട് മിണ്ടാതിരിക്കല്ലേ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം അടക്കൽ നിർബന്ധമാണ്. സലാം പറയൽ സുന്നത്താണ്. അത് കേൾക്കുന്നവൻ മടക്കൽ നിർബന്ധമാണ്. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ നിയമമാണ്. ആദരവായ പ്രവാചകൻ പറയുകയാണ്, സലാം മടക്കണേ. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, മൂന്നാമതും കഴിഞ്ഞ് നാലാമതായി പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, വൽ അംറു ബിൽ മഅറൂഫ്. റോഡരികിലിരിക്കുമ്പോ ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കണേ. വന്നഹി അനിൽ മുൻകരി, തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യണേ. ആലുവ മെട്രോ സ്റ്റേഷന്റെ പരിസരത്ത് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഓട്ടോ തൊഴിലാളികൾ കൺമുന്നിൽ കണ്ടതാകുന്ന മോശപ്പെട്ടതാകുന്ന പ്രവണത കണ്ടപ്പോ ദ്വയാർത്ഥ പ്രയോഗമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പാവപ്പെട്ടവരുടെ ഹൃദയാന്തരങ്ങളിൽ മലീമസം നിറയ്ക്കുന്നത് കണ്ടപ്പോ ചെറിയ മക്കളുടെ ഹൃദയത്തിൽ പോലും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിറയ്ക്കാൻ പാടില്ല. അത് ചെയ്യരുതേ മോളെ എന്ന് വിലക്കിയതാകുന്ന പ്രായം ചെന്നതാകുന്ന ഉപ്പമാർക്ക്, പ്രായം ചെന്നതാകുന്ന ആ ചെറുപ്പക്കാർക്ക്, സഹോദരങ്ങൾക്ക് വലിയ പ്രയാസം നേരിടുകയാണ്. എത്രയെത്ര ആളുകളാണ് കുറ്റപ്പെടുത്തുന്നത്. ഒരാളും കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. പരിശുദ്ധമായ ഇസ്ലാം അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരുപക്ഷെ അവിടെ ചോദിച്ചത് യൂട്യൂബർമാർ ശബരിമലയുടെ വിഷയത്തിൽ മോശമാകുന്ന ചോദ്യമായിരിക്കാം. മുസ്ലിമാകുന്ന സഹോദരന്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള മോശമാകുന്ന ചോദ്യമായിരിക്കാം. മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം. ഏതുമാകട്ടെ ഏത് മതത്തിൻ്റെതാകുന്ന കാര്യങ്ങളായിരുന്നാലും ഒരു മതത്തെ പോലും വ്രണപ്പെടുത്താനോ ഒരു മതത്തിന്റെ ആശയത്തെയോ ആദർശത്തെയോ കളങ്കപ്പെടുത്താനോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റോഡരികിലിരിക്കുന്നതായ ആളുകളെ, ഓട്ടോ തൊഴിലാളികൾ റോഡിൽ നിലകൊള്ളുന്നവരാണ്. അവർ റോഡിലിരിക്കുന്നവരാണ്. അതുപോലെ തൊഴിൽ ചെയ്യുന്നതായ എത്രയോ പാവങ്ങളുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ സഹോദര സമുദായത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ചെയ്യണേ അല്ലാഹ്. അങ്ങനെ റോഡിലിരിക്കുന്നതായ ആളുകൾ അവർ ചെയ്യേണ്ടതാകുന്ന കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധ
പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് അവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന മുസ്ലിം സമുദായത്തിലെയും ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ചെയ്തിട്ടുള്ളത്. അത് പരിശുദ്ധ പ്രവാചകന്റെ ചര്യയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. റോഡിലിരിക്കുന്നവരെ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞതിൽ അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി അടിവരയിട്ട് പറയുന്നത് വന്നഹിയു അനിൽ മുൻകരി, തിന്മ വിരോധിക്കുകയും ചെയ്യണേ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള സഹോദരങ്ങൾക്ക് പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ്. എല്ലാ മോശപ്പെട്ടതാകുന്ന ആളുകളിൽ നിന്ന് ഈ സമൂഹത്തെയും സമുദായത്തെയും നീ പരിപൂർണമായ കാവലിലാക്കണേ അല്ലാഹ്. എന്തൊരവസ്ഥയാണ്. നന്മ കൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, തിന്മ വിരോധിക്കാൻ പറ്റാത്ത അവസ്ഥ, വിരോധിക്കുന്നവരെ അടിച്ചൊതുക്കുന്നത്, അവരെ സദാചാര ഗുണ്ടകളായി തിളച്ചിട്ടാൽ മതിയല്ലോ. അപ്പൊ പിന്നെ എല്ലാം കഴിഞ്ഞു. അതാണ് ഇന്നത്തെ ലോകം. പരസ്യമായി ചെയ്യുന്നതാണ് പ്രശ്നം. നിങ്ങൾ രഹസ്യമായിട്ട് റൂമിലിരുന്ന് 10 പേരെ വിളിച്ചിട്ട് ചോദ്യം ചോദിച്ചോ, മറുപടി പറഞ്ഞോ, കുഴപ്പമില്ല. പരസ്യമായി പാവപ്പെട്ട മക്കൾ, അതിലെല്ലാ മതത്തിലുള്ളവരുണ്ട്, അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ളതാകുന്ന വൃത്തിഹീനമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. പരസ്യമായിട്ടുള്ളതാകുന്ന ചുംബനങ്ങൾ, പരസ്യമായിട്ടുള്ള വ്യഭിചാരങ്ങൾ, അതൊന്നും പാടില്ല. അതൊന്നും മാന്യതയ്ക്ക് നിറക്കുന്നതല്ല. ഒരു മുസ്ലിമിനെന്നല്ല, ഒരു ഹൈന്ദവ സഹോദരനോ ഒരു ക്രൈസ്തവ സഹോദരനോ നല്ല മതബോധത്തിലും നല്ല നിഷ്ഠയിലും ജീവിച്ചിട്ടുള്ള ഒരാൾക്കും പറ്റൂല. നല്ല സാലിഹീങ്ങളാകുന്ന അച്ഛനും അമ്മയ്ക്കും പിറന്നിട്ടുള്ളതാകുന്ന ഒരു കുഞ്ഞിനും ചേർന്ന പ്രവണതയുമല്ലാതെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നന്മ കൽപ്പിക്കുക, തിന്മ കൽപ്പിക്കുക, അങ്ങനെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാവണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. അങ്ങനെ ഉണ്ട് എങ്കിൽ അവരാരാണ്? അവർ വിജയികളാണ്, മുഫ്ലിഹീങ്ങളാണ്. ഖുർആനായത്ത് കേട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് وينهون عن المنكر وأولئك هم المفلحون. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അത്തരത്തിലുള്ള ചെറുപ്പക്കാരുണ്ടാവട്ടെ. വൽതകും മിൻകും, അല്ലയോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ ഒരു സമൂഹം, ഒരു സമുദായം കടന്നു വരട്ടെ. യദ്ഊന ഇലൽ ഖൈർ, ലോകരെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ കടന്നു വരട്ടെ. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതായ ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്ന് പരിശുദ്ധമായ ഖുർആൻ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെയുള്ള ആളുകൾ പരിപൂർണമായ വിജയികളാണ്. അവരാണ് വിജയശ്രീലാളിതരെന്ന് വിശുദ്ധമായ ഖുർആൻ. വിജയിച്ചവർ എന്ന് പറയണമെങ്കിൽ അവരാരാവണം? നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യണം. അവരാണ് വിജയി. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ വിജയി അവരാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യഥാർത്ഥമാകുന്ന സ്വാലിഹീങ്ങൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആരാണ്? അവരാണ് المؤمنون والمؤمنات أولياء بعضهم أولياء بعض. المؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയുടെ 71ാമത്തെ വചനമാണ്. സഹായികളാണ്. എങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ്? നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്, തിന്മ കൊണ്ട് വിരോധിക്കുന്നവരാണ്, നമസ്കാരവും ചിട്ട വെക്കുന്നവരുമത്രേ. അവരാരാണ്? അവർ മുഅ്മിൻ. ഒരു മുഅ്മിൻ എന്ന് പറയണമെങ്കിൽ, സത്യവിശ്വാസി എന്ന് പറയണമെങ്കിൽ അവനുണ്ടാവേണ്ട ക്വാളിറ്റിയിൽപ്പെട്ടതാണ് എന്ത്? നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ കൊണ്ട് വിരോധിക്കുക. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ.
ഇന്ന് നമ്മളിൽ പലരും അതില്ല. ബസ്സിൽ കയറുമ്പോഴത്തേക്ക് ഒരു അന്യ പെണ്ണും ഇരുന്നിട്ട് പുരുഷനും അന്യരാൻ അവരിരുന്ന് പരസ്യമായിട്ട് ചുംബിക്കുന്നത് കാണുന്നു. അല്ലെങ്കിൽ പരസ്യമായിട്ട് പാർക്കിലോ മാളിലോ ബീച്ച് റോഡിലോ ഒക്കെ ഇരുന്ന് ചെയ്യാൻ പാടില്ലാത്തതാകുന്ന മോശമാകുന്ന പ്രവണതകൾ ചെയ്യുന്നു. ഒരു പുരുഷനുമായി ഒരു പെണ്ണുമായി സ്വവർഗരതി അനുരാഗികളായി നിന്നുകൊണ്ട് ചെയ്യാണ്, പരസ്യമായി ചെയ്യുന്നത് കാണുമ്പോൾ ഇവനെന്താ ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ അടുത്തിരിക്കുന്നവനെ തോണ്ടിയിട്ട് കണ്ടോന്ന് കാണിച്ചു വിടും. ഇല്ലെങ്കിൽ പതുക്കെ മൊബൈൽ എടുത്തിട്ട് വെക്കുക, വീഡിയോ പിടിക്കുക, ഹാജിയാരാ 5 ഹജ്ജ് ചെയ്ത് എന്നിട്ട് ഇതുമായിട്ട് ബാത്റൂമിൽ പോയി അരമണിക്കൂർ ഇരിക്കുക. ഇതാണ് ചെയ്യുന്നത്. ഇതാണോ അല്ലേ? പതുക്കെ ഒന്നും അറിയാത്ത പതുക്കെ വീഡിയോ പിടിക്കുക. അപ്പൊ മനസ്സിലാക്കി നമ്മൾ മൂമിനാണോ അല്ലയോ എന്നുള്ളത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാ പരിപാടി. പതുക്കെ ബസ്സിൽ വെച്ചാണെന്നെങ്കിൽ പക്ക ബസ്സിന്റെ സീറ്റിനടി ഇങ്ങനെ ഇരിക്കും. ഇരുത്തൊക്കെ കണ്ടു കഴിഞ്ഞവർക്കും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ഇത്തികാഫിന് പോലും ഇങ്ങനെ ഇരുന്നാണ്ടിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇത് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയാണ്. ഒരാൾ പ്രതികരിക്കുന്നില്ല. ആരെങ്കിലും ആ സമയത്ത് ഇവൻ വീഡിയോ പിടിക്കാനായിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ഇവിടെ കാണിക്കുന്നു, ഇവിടെ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഓളമാക്കി വീഡിയോ പിടിക്കാൻ ഇവന് അവനോട് വെറുപ്പ്, ആ എതിർത്തവനോട്. വീഡിയോ പിടിക്കാൻ തുടങ്ങിയതുള്ളായിരുന്നു, അതിനു മുമ്പ് പോയി അത് കുളവാക്കി. ഇതാണോ അല്ലേ? രണ്ട് കൂട്ടര് തമ്മിൽ തല്ലുകൂടുകയാണ്. ഒന്ന് പിടിച്ചു മാറ്റാൻ തയ്യാറാവും ഇല്ല. ഉടനെ അവിടെ മാറി നിന്നിട്ട് വീഡിയോ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാൻ. ഒരാൾ മരിക്കാൻ പോവാണ്, അപ്പൊ ഓരോരുത്തർ അള്ളാഹ് രക്ഷിക്കാൻ വരുവാണ്, കടക്കണി കുടുങ്ങിയിരിക്കാൻ. ഞാനൊന്ന് ലൈവ് വന്നോട്ടെ, ഇവിടെ റേഞ്ചില്ല കേട്ടോ. എന്നിട്ട് പതുക്കെ റേഞ്ചുമായിട്ട് വരിക ഹാജിയാര്. ഇനി കേട്ടോ മരിക്കാൻ പോ. അതാണ് അവസ്ഥ. ഇന്നത്തെ തലമുറയുടെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. ഇമാം ഗസാലി തങ്ങൾ ഒരു ബാബു തന്നെ ഇട്ടിരിക്കുവാൻ, ഒരു അധ്യായം തന്നെ ബാബു അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുന്നതിനെ കുറിച്ചും തിന്മ കൊണ്ട് വിരോധിക്കുന്നതിനെ കുറിച്ചുമുള്ളതാകുന്ന അധ്യായം ബഹുമാനപ്പെട്ടവർ 10-30 പേജുകളിലായി വിശദീകരിക്കുക. ഈ തലമുറ പഠിക്കണം, ഇന്നത്തെ തലമുറ അറിയണം. എന്താണ് അവസ്ഥ? അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. നന്മകൾക്കൊരു വില കൽപ്പിക്കാത്ത സമൂഹമായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? തിന്മകൾക്ക് പരിപൂർണമായി കുടപിടിക്കുന്ന സമൂഹമായി മാറിയില്ലേ? യഥാർത്ഥ മുഅ്മിനാവണോ, യഥാർത്ഥ വിജയിയാവണോ? നീ തിന്മകളെ വിരോധിക്കുന്നവനാകണേ. നന്മകൾ പരിപൂർണമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നവനാകണേ. സ്വന്തം മക്കളോട് പോലും നമസ്കാരം കൊണ്ട് കൽപ്പിക്കാത്തവരായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? മാതാപിതാക്കൾ പോലും മക്കളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കാത്തവരായി ഇന്നത്തെ തലമുറ മാറുകയാണ്. പാതിരാത്രി സമയത്താ മോൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴും വാപ്പായും മോൻ നിസ്കരിച്ചോന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല. മോനേടാ കുഴിമന്തി ഇരിപ്പുണ്ട്, കഴിച്ചിട്ട് കിടക്കേട്ട. ഉമ്മ പറയാ കാര്യമായിട്ട്, എന്റെ പൊന്നുമ്മ കുഴി മാന്താൻ സമയമായി, ഇനിയെങ്കിലും നിങ്ങൾ ഈ സ്വഭാവം മാറ്റി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇപ്പോഴും മക്കൾക്ക് ഈ കൊടുക്കല ഭക്ഷണം, ഇതാണോ ആഖിറം ലക്ഷ്യമാക്കുന്നത്? ഭക്ഷണമൊക്കെ നിങ്ങൾ കൊടുത്തില്ലേലും കുട്ടികൾ കഴിക്കും. ചില ഉമ്മമാരുണ്ട്, ചെറിയ കുട്ടികളെ കാണുമ്പോൾ എന്റെ മുന്നും വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഉസ്താദെ, ഭയങ്കര കുട്ടികൾക്ക് വിശക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് കഴിക്കും. കുട്ടികളെ ഇങ്ങനെ തടിപ്പിച്ച് ബഫൂണാക്കി നടക്കുന്നതിലല്ല കാര്യം. അവന് നല്ല ദീനീ ബോധമുള്ളവനായി വളർത്തി നാളെ നിന്റെ കഴുത്തെ കത്തി വെക്കാത്തവനായി മാറട്ടെ. കഞ്ചാവടിച്ചിട്ട് നിന്നെ പീഡിപ്പിക്കുന്നവനായി മാറാതിരിക്കട്ടെ. അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അങ്ങനെ നടന്നില്ലേ എത്ര സംഭവങ്ങൾ? വിഴിഞ്ഞത്ത് നടന്നില്ലേ? തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നടന്നില്ലേ? കള്ളു കുടിച്ചിട്ട് വീടിനകത്തരത്തിൽ മതോന്മത്തനായി കടന്നു വന്ന് പ്രിയപ്പെട്ട മാതാവിനെ കടന്നു പിടിച്ചില്ലേ? ആ മാതാവ് പിറ്റേ ദിവസം തന്നെ തന്റെ പ്രിയപ്പെട്ട മകനെ കഴുത്തി ഞെരിച്ച് കൊന്നുകളഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മകൻ കഴിഞ്ഞ ദിവസം നടത്തിയതാകുന്ന അക്രമത്തിന്റെ സ്വഭാവം ആ ഉമ്മ വെളിപ്പെടുത്തുകയാണ്. കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തനായി വീടിന്റെ അകത്തളത്തിൽ കടന്നു വന്ന് എന്നെ രഹസ്യമായി ആരോരുമില്ലാത്ത സമയത്ത് വാപ്പ മരണപ്പെട്ടു പോയതാകുന്ന മകനെ താങ്ങായി തണലായി മീൻ വിറ്റ് വളർത്തിയതാകുന്ന പൊന്നുമോന് എന്റെ ശരീരത്തിൻ്റെതാകുന്ന ആകാര സൂക്ഷ്മവും അങ്ങനാവുണ്ടവും കണ്ട് എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചതിന് ഇനി അവൻ തുടരരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ അവന്റെ കഴുത്തി എന്റെ ഈ 2 കൈകൾ കൊണ്ട് ഞെരിച്ചു കൊന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ഒരു ഉമ്മ പറഞ്ഞത്. മക്കളോട് ദീൻ കൊടുക്കേണ്ട സമയത്ത് ദീൻ കൊടുക്കണം. നിസ്കരിക്കാൻ പറയേണ്ട സമയത്ത് വാ തുറന്ന് പറഞ്ഞോണം, ഇല്ലെങ്കിൽ മക്കൾ പിഴച്ചു പോകും. അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകള് പരസ്യമായിട്ട് ചാനലിൽ വന്ന് പറയാൻ,
7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലയളവ് മുതൽ ഞാൻ തുടങ്ങിയതാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ട് ഞാൻ MDMA എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാരകമാകുന്ന ലഹരി ഉൽപ്പന്നം ഞാൻ സ്വന്തമായി ഉപയോഗിക്കാൻ തുടങ്ങി കോവിഡിന്റെ കാലഘട്ടം. ഇപ്പൊ ആ പെണ്ണ് എത്രയും പഠിക്കാൻ? 9ാം ക്ലാസ്. 2 വർഷം മുമ്പ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മൊബൈൽ വാപ്പ തന്നത്, ആ മൊബൈലിലൂടെ ഇൻസ്റ്റഗ്രാം എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വാപ്പാക്കും ഉമ്മാക്കും അതൊരു ആപ്പായി. അങ്ങനെ അവര് സ്വന്തമായിട്ട് ഈ ആപ്പിലൂടെ ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്തു, കൂട്ടുകാരുമായി ചാറ്റിംഗ് ചെയ്തിട്ട് MDMA ഞാൻ സ്വന്തമായി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഉപയോഗിച്ച് അവസാനം ഇപ്പൊ എന്തായി, 9ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഏറ്റവും വലിയ കാരിയറായി മാറി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബിസിനസിന്റെ സംരംഭകയായി. ബിസിനസ് നടത്തുക, ഇതൊരു തുള്ളി വിറ്റാൽ മതി, 1500-2000 രൂപ പോക്കറ്റിൽ കിട്ടുകയാണ്. വാപ്പാടെ കയ്യിൽ പഴയ നോക്കിയ, അതിലോട്ട് നോക്കിയിരിക്കുക, 86 റബ്ബർ ബാൻഡ് വിട്ടുവെച്ചിട്ടു. മക്കളുടെ കയ്യിൽ 30 Pro Max, 14 Pro Max. മാത്സിന്റെ പരീക്ഷയ്ക്ക് വന്നു. അതല്ല ഇത് ഐഫോണിന്റെ കാര്യം പറഞ്ഞു. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. മക്കളുടെ കയ്യിൽ ഒരു കൂടിയ മൊബൈൽ ഫോൺ 23 Ultra, S23 Ultra, S23 Ultra, S23 Ultra, അതൊക്കെ മക്കളുടെ കയ്യിലിരിക്കുകയാണ്. കൂടിയ മൊബൈൽ ഫോൺ 1.5 ലക്ഷത്തിന് 2 ലക്ഷത്തിൻ്റെയൊക്കെ മൊബൈലാ. ഇത് മക്കളുടെ കയ്യിൽ എങ്ങനെ വന്നു? അപ്പോലെ ചോദിക്കലുണ്ട്. മക്കൾക്ക് കൂടിയ വസ്ത്രവിധാനവും മൂടിയതാകുന്ന രീതിയിലുള്ളതാകുന്ന സൗകര്യങ്ങളും വന്ന് വാപ്പായും ഉമ്മായി ഇപ്പോഴും അത് ശ്രദ്ധിക്കുന്നില്ല. മക്കൾ ഈ രീതിയിൽ വഴിപിഴച്ചു പോവാൻ. ആ ചാനൽ വന്നിരുന്നുകൊണ്ട് പരസ്യമായി പറഞ്ഞ പെണ്ണ് ഒരു മുസ്ലിമായ പെൺകുട്ടിയാണ് എന്നുകൂടി അറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം നടുങ്ങുന്നത്. 14 വയസ്സുള്ള ഒരു മകള് പറയാൻ 12ാമത്തെ വയസ്സിൽ ഞാൻ MDMA ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിക്കുക മാത്രമല്ല 14ാമത്തെ വയസ്സിൽ ഞാനത് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. എവിടെയാണ് ലോകം? എവിടെയാണ് ലോകം? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. ആണുങ്ങളെക്കാൾ ശ്രദ്ധിക്കണം ഇന്ന് നമ്മുടെ പെണ്ണുങ്ങളെ. കേട്ടോ, വീട്ടിൽ പോയിട്ട് ആ മൊബൈൽ ഒന്ന് വാങ്ങിച്ചു നോക്കും. മുഹമ്മദ് എന്ന് പേരടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മൈമൂന എന്ന് പേരടിച്ചിട്ടുണ്ടോ? പെണ്ണുങ്ങൾ വിളിച്ചു നോക്കുമ്പോൾ മുഹമ്മദ് ആയിരിക്കും. പേരിനകത്ത് മൈമൂന എന്നാണ്. അവളുടെ മൊബൈലിനകത്ത് അടിച്ചിട്ടിരിക്കുക, സേവ് ചെയ്തിരിക്കുക. കോൾ ചെയ്ത് നോക്കുമ്പോൾ അപ്പുറത്താരെ എടുക്കുന്നത്? രാജനെടുത്ത് വേറൊരു തന്നെ. ഇതുപോലെ ആണുങ്ങളുടെ മൊബൈൽ നോക്കണം. ആണുങ്ങളുടെ മൊബൈൽ നോക്കണം. ഇതേപോലെ രാജന്റെ പേരെടുത്ത്, നമ്മുടെ കൂട്ടുകാരൻ രാജൻ, നമ്മുടെ ക്ലാസ്മേറ്റാ. ഉമ്മച്ചി ഫോൺ എടുത്ത് ഇവിടെ രാജൻ വിളിക്കുന്ന ഇങ്ങോട്ട് നമ്മുടെ കൂട്ടുകാരൻ. എന്താടാ കൂട്ടുകാരൻ? എന്താടാ അല്ല, അപ്പുറത്ത് എന്തടിയാണ്. ഇത് ഉമ്മയെ വട്ടാക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സംഭവം. എന്നിട്ട് ഉമ്മയുടെ മുന്നിൽ ഇരുന്നുകൊണ്ടാണ് ഇവൻ കസർത്തുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറ നടക്കുന്ന സംഭവങ്ങൾ. അള്ളാ ഇങ്ങേരെ വാതിൽ വിളിച്ച് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് ഇടങ്ങേറ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഇന്നത്തെ തലമുറ അങ്ങനെ പോവാ. നമ്മളൊക്കെ നന്നാവണം, അതിനുവേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുന്യാവ് ക്ഷണികമാണ്. ഇത് പറഞ്ഞ കാലഘട്ടത്തിലേക്കുള്ളൂ. ഇവിടെ ഈ തരികിട വാപ്പായോടും ഉമ്മായോടും സമൂഹത്തോടും കാണിച്ച് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ആഖിറമാണ് ഏറ്റവും വലുത് മക്കളെ. അതാണ്, അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വാപ്പായും ഉമ്മയും പറ്റിച്ചിട്ട് അന്യരോടൊപ്പം ഒളിച്ചോടെ പോകാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർ എത്ര ആളുകളാണ് സമൂഹത്തിൽ. തൻ്റെ മകളെ MBBS വിട്ടതാകുന്ന ഒരു വാപ്പ ഈ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകൾ അന്യ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായി ഒളിച്ചോടാൻ പോവാൻ. പരസ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് പരസ്യമായി മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ചെറുപ്പക്കാരനുമായിട്ട് പോകും, അല്ലെങ്കിൽ നേരിട്ട് മാരേജ് നടത്തി തരണം. ഉമ്മാടെ മുഖത്ത് നോക്കി പറയാം, വാപ്പ ഗൾഫിലാ. ആ ഉമ്മാടെ മാനസികാവസ്ഥ ചിന്തിച്ചോ? ഇതിങ്ങനെ പറയുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ മക്കൾ പോകുന്നത്. ചെറിയ മക്കളെ പറഞ്ഞേക്കാം, പക്ഷെ വലുതായി കഴിയുമ്പോൾ നമ്മൾ അടിക്കലും ഇല്ല, ഇതാക്കലും. നമ്മളൊരു മിതത്വം കൊടുക്കും. ആ കുട്ടികൾ അങ്ങനെ വളർന്ന് വാപ്പാടെ ഉമ്മാടെ തലയിൽ കയറി നിരങ്ങാണ്. ഉമ്മമാരൊക്കെ പേടിയാണ്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾ ഒന്ന് പറഞ്ഞ് 2ന് ഉമ്മയോട് ശുണ്ടിയാണ്. പെട്ടെന്ന് ദേഷ്യം പിടിക്കാൻ, റൂമിന്റെ വാതിലടച്ച് കഥകടച്ച് കുത്തിയിട്ടിട്ട് അതിനകത്തിരിക്കാൻ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉള്ള കയ്യിലെ നരമ്പ് മുറിക്കുകയാണ്. ഇങ്ങനെ ആവശ്യമില്ലാത്ത വൃത്തിഹീനമായ പരിപാടികൾ. എവിടേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത്? നഊദു ബില്ലാഹ്. എന്തിനാണ് മക്കൾ അഡിക്റ്റാകുന്നത്? എങ്ങനെ നമ്മൾ ജീവിക്കും? നഊദു ബില്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മർയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ കാനൂ ലാ യതനാഹൂന അൻ
കാനൂ യഫ്അലൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ. ആദം നബി അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ളതാകുന്ന സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരും മഹത്തുക്കളും ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന മഹനീയമാകുന്ന ആദർശമാണ് നന്മ കൊണ്ടുള്ള കൽപ്പന, തിന്മ കൊണ്ടുള്ളതായ വിരോധനം. അതിനെതിരായി പ്രവർത്തിക്കുന്നവരെ അമ്പിയാക്കൾ ശപിച്ചുവത്രേ, ശപിച്ചുവത്രേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ലൂഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീൽ. ഇസ്രായേലി ജനതയിലെ അവിശ്വാസികളാകുന്ന ജനവിഭാഗത്തെ ബഹുമാനപ്പെട്ടതാകുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമും മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പുത്രനാകുന്ന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമും രണ്ടുപേരും ശപിച്ചുവത്രേ, ശപിച്ചുവത്രേ. രണ്ട് പ്രവാചകന്മാർ ശപിച്ചിരിക്കുകയാണ്. നഊദു ബില്ലാഹ്. അവരുടെ ശാപവാക്കിലൂടെ അവർ നശിക്കുകയാണ്. ഇസ്രായേലി ജനത നാമാവശേഷമാവുകയാണ്. എന്നതിന്റെ പേരിലാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ലൂഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വ കാനൂ യഅ്തദൂൻ. പരിധിവിട്ടതാകുന്ന രീതിയിലുള്ള ജീവിതം നയിക്കുകയാണ്. പാവപ്പെട്ടതാകുന്ന ആളുകൾ, മോശപ്പെട്ടതാകുന്ന പ്രവണതകൾ നടത്തുന്നവർക്കെതിരെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുമ്പോ അവരെ അടിച്ചമർത്തുകയും മോശമാകുന്ന വർത്തമാനങ്ങൾ കൊണ്ട് ശകാരവർഷങ്ങൾ കൊണ്ട് അവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളല്ലേ, അവർ പരിധിവിട്ടവരാണ്, പരിധിവിട്ടവരാണ്. ഇസ്രായേലി ജനത അവർ പരിധിവിട്ടു, അവർ പരിധിവിട്ടു. മോശമാകുന്ന തിന്മയിലേക്ക് പോയാണ്, കഞ്ചാവിനടിമപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയാണ്, ലഹരിക്കടിമപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയാണ്, മോശപ്പെട്ട വ്യഭിചാരം അവർ നിലനിർത്തിക്കൊണ്ട് പോയാണ്. ഈ രീതിയിലേക്ക് ഇസ്രായേലി ജനത പോയപ്പോ അവരെ ശപിക്കുകയാണ്, ശപിക്കുകയാ. ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوا. ഇസ്രായേലി ജനതയെ ശപിക്കാനുള്ള മർമ്മപ്രധാനമായ കാരണം ആ നാട്ടിലുള്ളവർ നീചവൃത്തി ചെയ്താൽ, തെറ്റ് ചെയ്താൽ, തിന്മ ചെയ്താൽ അതിനെ നിരോധനം ഏർപ്പെടുത്തുന്നതായ ഒരാളും ഉണ്ടായിരുന്നില്ലത്രേ. ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയതല്ലേ? കുട്ടികൾ തെറ്റ് ചെയ്താൽ അത് തിരുത്തേണ്ടതാണ്. അത് തിരുത്താത്ത യുഗത്തിലേക്ക് നവതലമുറ മാറിയില്ലേ, ഉപ്പമാര് മാറിയില്ലേ? മക്കള് നമസ്കരിക്കാത്തവരാണ് എങ്കിൽ പോയ വഴിയിൽ തെളിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയില്ലേ? നമസ്കരിക്കാത്ത മക്കൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്നതായ മാതാപിതാക്കളായി നമ്മുടെ സമൂഹം അധപ്പതിച്ചില്ലേ? കാനൂ ലാ യതനാഹൂന അൻ മുൻകരിൻ ഫഅലൂ ലബിസ മാ കാനൂ ലബിസ മാ കാനൂ യഫഅലൂൻ. എത്ര നീചമായ പ്രവർത്തനമാണ് അവർ ചെയ്തിരുന്നത്, എത്ര മോശമാകുന്ന പ്രവണതയാണ് ഇസ്രായേലി ജനത നടത്തിയത്. അത്തരത്തിലുള്ള മരീമസമാകുന്ന ജീവിതം നയിക്കുന്നതായ നവസമൂഹമായി മുസ്ലിമേ, മുസ്ലിമത്തെ നീ മാറിയില്ലേ? നീ മാറാൻ പാടില്ല, മാറാൻ പാടില്ല. കാരണം നിന്റെ പ്രവാചകൻ ലോകത്ത് നന്മ വിഭാവനം ചെയ്ത പ്രവാചകനാണ്, തിന്മയെ എതിർത്തതാകുന്ന പ്രവാചകനാണ്. എത്ര പ്രയാസമാണെങ്കിലും, ഏത് അധികാരിയുടെ മുന്നിലാണെങ്കിലും സത്യം തുറന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മുസ്ലിമേ, മുസ്ലിമത്തെ നീ എത്തിപ്പെടണേ. കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. എങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം തരുകയുള്ളൂ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു ആലി ഇംറാൻ മറിച്ച് നോക്കണേ മുസ്ലിമേ. ലൈസോ സവാ ലൈസോ സവാ من أهل الكتاب
മിൻ അഹ്ലിൽ കിതാബ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നീചവൃത്തി ചെയ്യുന്നതായ ആളുകളും നന്മ ചെയ്യുന്നവരും ഒരിക്കലും സമമാകുകയില്ല, ഒരിക്കലും സമമാകുകയില്ല. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉലൈക ഹും മിനസ് സാലിഹീൻ, അവർ സാലിഹീങ്ങളോടൊപ്പമാ, അവരാണ് സജ്ജനങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കൂട്ടത്തിന് നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ പറയിൻ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ആരാ ഒന്ന് തുടങ്ങി വെക്കുക, പള്ളിക്ക് വേണ്ടി 5000 രൂപ. ഇൻഷാ അല്ലാഹ് ഒരാളൊന്ന് ആദ്യം ഒന്ന് കൈയുയർത്തിക്കുക, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ ആദ്യം പറയുന്ന വ്യക്തി ആരാൻ? പള്ളിയുടെ കാര്യത്തിൽ പറഞ്ഞില്ലേ, പള്ളിയുടേതാകുന്ന ഖബർസ്ഥാനിന്റെ വിശാലതയ്ക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരാളൊന്ന് തുടങ്ങി വെക്കുക. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ആ തുടങ്ങുന്ന വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ ഖൈർ ബറക്കാത്തുകളുള്ളത്. അല്ലാഹു സ്വീകരിക്കട്ടെ.